ഗുഡ് മോർണിംഗ്. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ് സ്റ്റാർട്ട് ചെയ്തു. അടുത്ത സബ് ഹെഡിങ്. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്തത്? ഡെറിവേറ്റീവ്സിനെ എന്തായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തു? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു അല്ലേ? ഇവിടെ നമ്മൾ അടുത്ത സബ് ഹെഡിങ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ് ആണ്. ഒരു ഫങ്ഷൻ ഡിക്രീസ് ചെയ്യുകയാണോ ഇൻക്രീസ് ചെയ്യുകയാണോ? ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ്. അപ്പോൾ അതിൽ നോക്കുക, നോട്ട്സ് എഴുതിയിരിക്കുന്നത് നോക്കുക. എ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സെഡ് ടു ബി ആൻ ഇൻക്രീസിങ് ഫങ്ഷൻ. ഒരു ഫങ്ഷൻ എപ്പോഴാണ് ഇൻക്രീസിങ് ഫങ്ഷൻ ആണ് എന്ന് പറയുന്നത്? if x1 less than x2 implies f of x1 less than or equal to f of x2. x1 less than x2 ആണ്. അപ്പോൾ x1 ഇവിടെ x2 ഇവിടെ. അപ്പോൾ x1 less than x2 ആണ് അല്ലേ? റൈറ്റിലേക്ക് പോകുന്തോറും നമ്പർ ലൈനിൽ കൂടി വരികയാണ്. അപ്പോൾ ഈ രീതിയിലാവുമ്പോൾ ഫങ്ഷൻ എങ്ങനെയായിരിക്കും? വാല്യൂ ഓഫ് ദ ഫങ്ഷൻ എങ്ങനെയാണ്? ഇൻക്രീസിങ് ആണ്. ഇൻക്രീസിങ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൺ, ഇതാണ് എഫ് ഓഫ് എക്സ് വൺ. എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുന്നത് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ടു അല്ലെങ്കിൽ ഈക്വൽ ആകാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. അങ്ങനെ വരുമ്പോഴാണത് ഇൻക്രീസിങ് ഫങ്ഷൻ ആണെന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, എഫ് ഓഫ് എക്സ് ഈസ് സെഡ് ടു ബി സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫങ്ഷൻ. ഇനി ഇൻക്രീസിങ് എന്നല്ല, സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവുന്നത് എപ്പോഴാണ്? ഇഫ് എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു implies f of x1 less than f of x2. f of x1 സ്ട്രിക്റ്റ് ആയിട്ടും f of x2വിനേക്കാൾ ചെറുതാണ്. അപ്പോഴാണ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ് എന്ന് പറയുന്നത് അല്ലേ? സ്ട്രിക്റ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് പോവാണ്. ഓർ ഈക്വൽ എന്നുള്ള ഓപ്ഷൻ ഇല്ല അവിടെ. ഓക്കെ, ഏകദേശം ഗ്രാഫ് വരച്ചാൽ ഈ രീതിയിലിരിക്കും. ഇവിടെ ഇൻക്രീസിങ് ഫങ്ഷനാണ്, അതായത് കുറച്ച് സി ലൈക്ക് ദിസ്. ഇനി ഇതെങ്ങനെയാണെന്ന് നോക്കിയേ, ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ് അല്ലേ? അപ്പോൾ മറ്റൊരു സംടൈംസ് ഇങ്ങനെ വളരെ സ്മോളായിട്ട് ഈക്വലായിട്ട് തന്നെ വേണമെങ്കിൽ പോവാം. പക്ഷേ സ്ട്രിക്ട്ലി ഇൻക്രീസ് ആകുമ്പോൾ അത് ഇൻക്രീസ് ചെയ്ത് തന്നെ പോകും. എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഓപ്ഷൻ ഇല്ല. ഓക്കെ, അടുത്ത് നോക്കുക. എ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സെഡ് ടു ബി ഡിക്രീസിങ് ഫങ്ഷൻ. എപ്പോഴാണ് ഡിക്രീസിങ് ആവുന്നത്? ഇഫ് എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. ഓക്കെ, എഫ് ഓഫ് എക്സ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. അപ്പോൾ ഇവിടെ ഡിക്രീസിങ് ആവുമ്പോൾ എക്സ് വൺ എക്സ് ടു ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ടു ഡിക്രീസ് ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് ടുവിനേക്കാൾ വലുതാണ് എഫ് ഓഫ് എക്സ് വൺ. സി ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്. അപ്പോൾ എക്സ് വൺ ഈസ് ലെസ് ദാൻ എക്സ് ടു. ഇപ്പോൾ വാല്യൂ ഓഫ് ദ എക്സ് ഈസ് ഇൻക്രീസിങ്, ദെൻ വാല്യൂ ഓഫ് ദ ഫങ്ഷൻ ഈസ് ഡിക്രീസിങ്. ഫങ്ഷൻ്റെ വാല്യൂ എക്സ് ഇൻക്രീസ് ചെയ്യുക, പക്ഷേ എഫ് ഓഫ് എക്സ് ഡിക്രീസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അത് ഡിക്രീസിങ് ഫങ്ഷനായി. ഇനി സ്ട്രിക്ട്ലി ഡിക്രീസിങ് എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇഫ് എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് വൺ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ടു. ഈക്വൽ എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. എഫ് ഓഫ് എക്സ് വൺ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ടു. ഓക്കെ, ദാറ്റ് ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ഓക്കെ, ദെൻ സീ ദ നോട്ട്. ഇനി നമ്മൾ ഡെറിവേറ്റീവ്സിൻ്റെ ടേംസിൽ എടുക്കുകയാണ്. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ് എങ്ങനെയാണ് തിരിച്ചറിയുക? എ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സെഡ് ടു ബി സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഇഫ് എഫ് ഡാഷ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ സീറോ. നമ്മൾ ഒരു ഫങ്ഷൻ എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നു, അതിൻ്റെ ഡെറിവേറ്റീവ് കാണുന്നു. ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഫങ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ഓക്കെ, ഇനി എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ സീറോ ആണെങ്കിലോ you can say f of x is strictly decreasing. Okay, see the next one. F dash x is less than 0, the function f of x is strictly decreasing. Okay, then if f dash x equal to 0, the function f of x is a constant function. If f dash x equal to 0 ആണെങ്കിലോ then you can say the function is a constant function. Okay, if f dash x equal to 0, the function f of x is a constant function. The next, show that the given function is given by f of x equal to 3x plus 17 is strictly increasing on R. Show that the given function is given by
ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x + 70 ഈ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് നമുക്കതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നു എഫ് ഓഫ് എക്സ്, ഓക്കെ, ദാറ്റ് ഈസ് 3x + 70. ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി നമുക്ക്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു നോട്ടിൽ എഫ് ഡാഷ് എക്സ് കാണുക, ഓക്കെ. സോ എഫ് ഓഫ് എക്സ് ഈസ് 3x + 17. എഫ് ഡാഷ് എക്സ് എടുത്താലോ, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 3x + 17 3 × എക്സിൻ്റെ 1 3, 17 കോൺസ്റ്റൻ്റ് ആണ്, 0 ആണ്, 3 ആണ് ആൻസർ. എഫ് ഡാഷ് എക്സ് ഈസ് 3 ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ. എഫ് ഡാഷ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0, ഓക്കെ. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, ഓക്കെ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇവിടെ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്, ഓക്കെ. ദെൻ കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് the function f given by f of x equal to x³ - 3x² plus 4x is strictly increasing. നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും, എഫ് ഡാഷ് എക്സ് കാണുക. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ഓരോ ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. x³ മീൻസ് x⁴n ഫോർമുല 3x² മൈനസ് 3 × x² ഡെറിവേറ്റീവ് 2x, അപ്പോൾ 6x ആയി, പ്ലസ് 4xൻ്റെ ഡെറിവേറ്റീവ് 4, ഓക്കെ. അപ്പോൾ 3x² - 6x + 4. നമുക്ക് അറിയേണ്ടത് ഈ ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ, ഗ്രേറ്റർ ദാൻ 0 ആണോ, അതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കുക, 3 × x² - 6x + 4. ഒന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്, 3x² - 6x + 3 + 1, ഓക്കെ. അപ്പോൾ ആദ്യത്തെ 3 ടേബിൾ 3 ഔട്ട് സൈഡിൽ എടുക്കാം. 3 × x² - 2x + 1 + 1, ഓക്കെ. ആ ബ്രാക്കറ്റിനുള്ളിലുള്ളത് എന്താ, x² - 2x + 1. നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ അറിയാം, ഇറ്റ് ഈസ് x - 1² ഓക്കെ. x - 1² ഈസ് x² - 2x + 1. നമ്മൾ a - b² ഫോമിൽ എക്സ്പാൻഡ് ചെയ്യുക, ഓക്കെ. ദെൻ 3 × x - 1² + 1 ആണ് കിട്ടുക. ആ ടേം അതൊന്ന് ഒബ്സർവ് ചെയ്യാം. ഇവിടെ 3 × x - 1² എന്ന് പറഞ്ഞാൽ അതൊരു സ്ക്വയർ ആണ് അല്ലേ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് പോസിറ്റീവ്. അതിൻ്റെ വാല്യൂ ഗ്രേറ്റർ ആണ്. ഒന്നുമില്ലെങ്കിൽ 0 ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം x - 1² ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ 3 × 0 വന്നാൽ അത് 0 ആവും, അല്ലെങ്കിൽ 3 × പോസിറ്റീവ് നമ്പർ ആയിരിക്കും. പ്ലസ് 1 ആണ്, അപ്പോൾ 1നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു നമ്പറാണ്. അതായത് 3 × x - 1² + 1. അപ്പോൾ 1 + 0 ആയാലും 1 + എനി അതർ പോസിറ്റീവ് നമ്പർ ആയാലും അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും അല്ലേ. 1ൻ്റെ 0 കിട്ടിയാൽ 1 കിട്ടും, ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇനി x - 1² എപ്പോഴും പോസിറ്റീവ് ആയതുകൊണ്ട് 3 × a പോസിറ്റീവ് നമ്പർ ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. പ്ലസ് 1 എന്ന് പറയുമ്പോൾ എപ്പോഴും 0 ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. സോ എഫ് ഡാഷ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x² - 3x² ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ആ ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദ ഇൻ്റർവെൽ ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് എന്താണ് തന്നിരിക്കുന്നത്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x² - 3x. അത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണോ? എന്താ ചെയ്യേണ്ടത്, ഇതുപോലെ തന്നെ ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x² - 3x, ഓക്കെ. എഫ് ഡാഷ് എക്സ് എടുക്കുമ്പോൾ എന്ത് വരും, 4x - 3. നമുക്ക് എന്താ വേണ്ടത്, ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഇൻ്റർവെല്ലാണ്, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിട്ടുള്ള ഇൻ്റർവെൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ 4x - 3 ആണ്. അപ്പോൾ 4x - 3യുടെ വാല്യൂ എക്സിൻ്റെ വാല്യൂ അനുസരിച്ച് മാറുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എവിടെയാണ് എന്നാണ് നോക്കേണ്ടത്. അതായത് എഫ് ഡാഷ് എക്സ് എവിടെയാണ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമ്മൾ എടുക്കുകയാണ് എഫ് ഡാഷ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. എഫ് ഡാഷ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാലോ, ദാറ്റ് മീൻസ് 4x - 3 ഈസ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് 4x - 3 ആണ്. അപ്പോൾ 4x - 3 ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ അത് സിമ്പിൾ ഈ രീതിയിൽ എഴുതാം. 4x - 3 രണ്ട് വശത്തും ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ 3 ഇങ്ങോട്ട് കൊണ്ടുവരിക. ദ 4x ഈസ് ഗ്രേറ്റർ ദാൻ 3 അല്ലേ. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് എഴുതാം, ഇനീക്വാളിറ്റീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. 4x ഗ്രേറ്റർ ദാൻ 3 മീൻസ് x ഈസ് ഗ്രേറ്റർ ദാൻ 3/4. x ഈസ് ഗ്രേറ്റർ ദാൻ 3/4. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ, എക്സ് 3/4നേക്കാൾ ഗ്രേറ്റർ ആണ് എങ്കിൽ എന്താ സംഭവിക്കുക, ഇറ്റ് ഈസ് എഫ് ഡാഷ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0.
ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. അപ്പോൾ ഈ എക്സ് ഗ്രേറ്റർ ദാൻ 3/4 ആകുന്നത് എവിടെയാണ്? എക്സിൻ്റെ വാല്യൂ 3/4 ഗ്രേറ്റർ ആവുന്നത് എവിടെയാണ്? ഓക്കെ, നമുക്കറിയാം നമ്പർ ലൈനിൽ എക്സ് മാർക്ക് ചെയ്തു. എക്സിൻ്റെ വാല്യൂസ് എവിടെയൊക്കെ എടുക്കാം? ഇവിടെ 3/4 ഗ്രേറ്റർ ആണ്. അപ്പോൾ നമ്മളിത് 0 ആണ്, ഇത് 1 ആണെങ്കിൽ 3/4 ഇവിടെ വരും അല്ലേ. ഈ 3/4 ഗ്രേറ്റർ ആണ് എക്സ് എന്ന് പറയുമ്പോൾ എവിടെ വരും? അത് എക്സിൻ്റെ വാല്യൂ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 3/4 എന്ന് പറയുമ്പോൾ ഈ 3/4 റൈറ്റിലേക്ക് കംപ്ലീറ്റ് വരും അല്ലേ. 3/4 ഇല്ല, പക്ഷെ 3/4 ഗ്രേറ്റർ ആയിട്ടുള്ള എല്ലാ വാല്യൂസും എക്സിന് എടുക്കാം. അത് ഏത് വാല്യൂ എടുത്താലും എഫ് ഡാഷ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്താകാം? ഗ്രേറ്റർ ദാൻ 3/4. അപ്പോൾ ആ എക്സ് എവിടെയാണ് കിടക്കുക? അതിൻ്റെ ഇൻ്റർവെൽ ഏതാണ്? നമുക്ക് എഴുതാം, അതൊരു ഓപ്പൺ ഇൻ്റർവെലാണ്. എക്സ് ബിലോങ്സ് ടു 3/4 ഇൻഫിനിറ്റി അല്ലേ. 3/4 മുതൽ ഇൻഫിനിറ്റി വരെ ഇങ്ങോട്ട് റൈറ്റിലേക്ക് എവിടെ പോയാലും എക്സ് ഗ്രേറ്റർ ദാൻ 3/4 ആണെങ്കിൽ എഫ് ഡാഷ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ 3/4 ആവില്ല, നമ്മൾ ഓപ്പൺ ഇൻ്റർവെൽ എടുക്കും അല്ലേ. 3/4 ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെല്ലിൽ എക്സ് വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക? എഫ് ഡാഷ് എക്സ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു, ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ ആസ് എഫ് ഡാഷ് എക്സ് തന്നെ തന്നിരിക്കുന്നു 4x - 3. നമുക്ക് അറിയേണ്ടത് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ്റർവെല്ലാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഓക്കെ, ബി പാർട്ടാണ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് എന്ന് വേണം. ഇവിടെ എഴുതിയിട്ടില്ല, അത് വിട്ടുപോയിട്ടുണ്ട് ആ ക്വസ്റ്റ്യനിൽ എഴുതാനായിട്ട്. ഒന്ന് ആഡ് ചെയ്യുക. എവിടെയാണ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് എന്നുകൂടെ ചേർക്കണം. അതാണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. ഇവിടെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആയിട്ടുള്ള ഇത് എവിടെയാണ്? ഓക്കെ, ബി പാർട്ടാണ്. അപ്പോൾ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആയിട്ടുള്ള എവിടെയാണെന്നാണ് നമ്മൾ നോക്കുക. അതായത് എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 എവിടെയാണ്? ഓക്കെ, എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 എവിടെയാണ്? എഫ് ഡാഷ് എക്സ് ഈസ് 4x - 3. നമ്മൾ ലെസ് ദാൻ 0 എന്ന് എടുക്കുന്നു. എഫ് ഡാഷ് എക്സ് ഇസ് ലെസ് ദാൻ 0 ഇംപ്ലൈസ്, അതായത് എന്താ? 4x - 3 ഈസ് ലെസ് ദാൻ 0. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഇനീക്വാലിറ്റീസ് അനുസരിച്ച് നമ്മൾ 3 രണ്ട് സൈഡിൽ ആഡ് ചെയ്താൽ 4x ഈസ് ലെസ് ദാൻ 3 എന്ന് വരും. അപ്പോൾ എന്തെഴുതാം? എക്സ് ഈസ് ലെസ് ദാൻ 3/4. അപ്പോൾ ഈ എക്സ് 3/4 ലെസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? എഫ് ഡാഷ് എക്സ് ഈസ് ലെസ് ദാൻ 0. ദാറ്റ് മീൻസ് ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ഓക്കെ, എക്സ് ലെസ് ദാൻ 3/4 എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സിൻ്റെ വാല്യൂ 3/4 ലെഫ്റ്റിലേക്ക് എന്ത് വേണമെങ്കിലും ആവാം. ദാറ്റ് മീൻസ് അതൊരു ഇൻ്റർവെല്ലാണ്. എന്താണ്? -∞ to 3/4 അല്ലേ. 3/4 ആവില്ല, 3/4 ലെസ് എന്നാണ് പറയുക. അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ കൊടുക്കുക, -∞ to 3/4. ഓക്കെ, അവിടെ എന്തായിരിക്കും? ദിസ് ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ഓക്കെ, സോ നമ്മൾ ഒരു ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണോ ഇൻക്രീസിങ് ആണോ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? എഫ് ഡാഷ് എക്സ് കാണുക, അത് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ എന്ന് നോക്കുക. ഓക്കെ, സോ ഡു ദീസ് ക്വസ്റ്റ്യൻസ് അഗെയിൻ, then do the questions from Easy Maths and text. Okay, thank you very much.